സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ജൂൺ മാസം 1-ാം തീയതി നമ്മളിന്ന് ഈ ജൂൺ മാസം നമുക്കറിയാം ഈശോയുടെ തിരുഹൃദയം, ദ ഡിവോഷൻ ടു അവർ ബ്ലെസ്സഡ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഇവിടെ എല്ലാ കുടുംബങ്ങളിലും പുറകോട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, എല്ലാ കുടുംബങ്ങളിലും പണ്ട് തൊട്ടേ ഇല്ല ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നല്ലൊരു രൂപം നമ്മളത് കണ്ടാണ് വളർന്നു വന്നത്. ആ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാണ് നമ്മളൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ വളർന്നത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ കൃപയിൽ നിന്നത്. നമ്മൾ ശരിക്കും അതേക്കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ഈശോയുടെ ആ ഹൃദയം അതിന് ചുറ്റും നല്ല പ്രകാശമുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ ഹൃദയത്തിൻ്റെ മുകളിലൊരു കുരിശുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ കുരിശുണ്ട്, ആ ഹൃദയത്തിന് ചുറ്റും മുൾമുടിയുണ്ട്, ആ ഹൃദയത്തിൽ ഒരു ആഴമുള്ള മുറിവുണ്ട്, അതിലൂടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്താ സംഭവിക്കുന്ന, ആ ഹൃദയത്തിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ ആ കുരിശിനെ മൂടിക്കൊണ്ട് ആ തീജ്വാലിങ്ങനെ ആളി കത്തുകയാണ്. പലപ്പോഴും നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുന്നത് ആ സ്നേഹാഗ്നി ജ്വാലയാണ്, സ്നേഹമാണ്. അതായത് ഇന്ന് ഈ തിങ്കളാഴ്ച ദിവസം നമ്മൾ ഫ്ലോറിഡ സ്റ്റേറ്റിന് വേണ്ടി അമേരിക്കയിലെ 50 സ്റ്റേറ്റ് ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലീന സിബിയ കുടുംബം നമ്മൾ ഓർപ്പിച്ച കാര്യമാണല്ലോ, ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അതെ നമ്മളതിലേക്കൊക്കെ ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമുള്ള സ്നേഹം. നമ്മളെ അവൻ സ്നേഹിച്ചു. സാത്താൻ നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ച് നമ്മളെ ദൈവത്തിനെതിരാക്കി മാറ്റിയപ്പോഴും ഇന്നും അങ്ങനെ ആയിരിക്കുമ്പോഴും നമ്മളെ ദൈവം സ്നേഹിക്കുകയാണ്. ഇതിനോർപ്പിച്ചു നമ്മളുടെ ഓരോ പാപങ്ങളുമാണ് യേശുവിൻ്റെ ഓരോ മുറിവും. അതെ, അവന് ആ കുരിശും മരണം വരെ നമ്മളാ കൊടുത്തത്. എന്നിട്ടും അവൻ നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. സ്നേഹത്തിൻ്റെ വലിയ ദൈവം സ്നേഹമാണ്. ഒറ്റ വാക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്. യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ 4:8-16 ദൈവം സ്നേഹമാണ്. ഇന്ന് ആഗോളസഭയിലെ പത്രോസ്ലിയ നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു പത്രോസ്ലിയയുടെ 2 ലേഖനങ്ങൾ ആപ്പാടെ അത് ഭയങ്കരമാണ് കേട്ടോ. അത് വലിയ ആഴമുള്ള സ്വർണ്ണഖനി പോലെയാണ് 2 ലേഖനങ്ങളും. നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുന്നല്ലോ. 1 പത്രോസും 2 പത്രോസും 2 ലേഖനങ്ങളാണ്. അതിൽ പല അധ്യായങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം വലിയ ആത്മീയ അറിവുകളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒത്തിരി ആത്മീയ അറിവ് കിട്ടത് മുഴുവനും പത്രോസ്ലിയയുടെ ലേഖനങ്ങളൊക്കെ നല്ലതാണ്, തീർച്ചയായിട്ടും അത് നല്ലതാണ്. പക്ഷേ ആത്മീയ അറിവ് വേറെ നീട്ടിയൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ വളരെ ചുരുക്കമാണെങ്കിൽ അതിലൂടെ വലിയ ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ 2-ാം ലേഖനത്തിലേക്ക് പത്രോസ് 2-ാം ലേഖനം അവിടെ 1-ാമത്തെ അധ്യായത്തിൽ ഇന്ന് 2 മുതൽ വചനങ്ങളാണ്. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. നമുക്ക് ഈ ലോകത്ത് സമാധാനവും ദൈവകൃപയും ലഭിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ ആ പരിജ്ഞാനം, ദൈവിക ജ്ഞാനത്തിലൂടെയുള്ള അറിവ്. യോഹന്നാന്റെ സുവിശേഷം 17 ഈശോ പറയുന്നുണ്ട്. യോഹന്നാൻ 17:3 നിത്യജീവൻ എന്താന്ന് പറയുന്നുണ്ട്. പിതാവേ, യോഹന്നാൻ 17:3 ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചുമ്മാ ദൈവത്തെ ഇങ്ങനെ അറിയില്ല, എന്താണ് അവൻ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മളിന്ന് ആഴത്തിൽ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ അല്ലെ നമ്മളെ എത്ര വലിയ പാപം ചെയ്തു നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളെ ഒരാൾ ആ രീതിയിൽ നിന്ന് നമ്മുടെ കുടുംബം മുഴുവൻ അവർക്കെതിരെ അവരെ ജയിലിലിട്ട് ആയുഷ്കാലം മുഴുവൻ തൂക്കിക്കൊല്ലാനായിട്ട് നമ്മൾ ആഗ്രഹിക്കല്ലേ അല്ലേ. നമ്മുടെ കുടുംബത്തിൽ ഒരാളെ ഉപദ്രവിച്ച ഒരാളാണെങ്കിൽ ലോകത്തിൽ നിന്ന് കാണുന്നതല്ല എന്തെല്ലാം. പക്ഷെ അത് അങ്ങനെയാണ്, ലോകം അങ്ങനെയാണ്. ഈശോ പറഞ്ഞത്, ലോകം എന്നെ അറിഞ്ഞിട്ടില്ല, അതായത് ദൈവസ്നേഹം അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്താണ് ദൈവം ചെയ്തതെന്ന്, അതായത് നാം പാപം ചെയ്യുമെന്നും ദൈവത്തെ തള്ളിക്കളയുമെന്നും ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമുക്കായി മനുഷ്യ ജീവിതത്തിൽ നിന്നുകൊണ്ട് ദൈവം വിശുദ്ധി ജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എല്ലാം നമുക്ക് വേണ്ടിയാണ്. ദൈവം ഇന്നലെ ചിന്തിച്ച നമ്മളെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളായിരുന്നല്ലോ, നമ്മൾ ചിന്തിച്ചതൊക്കെ. ഇനിയിപ്പോൾ അടുത്ത സ്നേഹത്തെക്കുറിച്ച് ഇനി അടുത്ത ഞായറാഴ്ച നമ്മൾ ഇത് വിശുദ്ധ കുർബാനയുടെ കോർപ്പസ് ക്രിസ്റ്റി
മോസ്റ്റ് ഹോളി ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് അടുത്ത ഞായറാഴ്ച. ഇതെല്ലാം വലിയ കൃപയുടെ ദിനങ്ങളാണ് നമ്മളെ കടന്നു പോകുന്നത്. പന്തക്കുസ്തായും അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ ശരിക്കും സഭയിലേക്ക് നോക്കണം. ചുമ്മാ നമ്മൾ അവിടെ ഇവിടെ നോക്കി നടക്കരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഇന്ന് പല പ്രശ്നങ്ങൾ കാരണം അറിയാം, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ സഭയിൽ എന്താ നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല, ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ അവിടെ ഇവിടെ നോക്കി എന്താ നിയമം എന്താ മാറ്റിക്കൊണ്ടുവരുന്നത്, ഗവൺമെൻറ് എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്താ പറയുന്നത് നോക്കി നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നമുണ്ട്. കാരണം അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്, ലോകം മുഴുവൻ പ്രശ്നമാണ്. നമ്മൾ യേശുവിലേക്കാണ് പത്രോസ് പറഞ്ഞത്, യേശു പിതാവിനെ എന്താ പിതാവ് ചെയ്തത്? നമ്മൾ ഇതെല്ലാം ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും നമ്മളെ സൃഷ്ടിക്കാതിരുന്നില്ല. നമ്മൾ ഓർത്ത് നോക്കിയാൽ നമുക്കിത് മുൻകൂട്ടി അറിയാമായിരുന്നെങ്കിൽ നമ്മൾ ആ പണിക്കൊന്നും പോകണ്ട. വേറെ പണിയൊന്നുമില്ല, ഇവരെയൊക്കെ സൃഷ്ടിച്ചിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന നമ്മളങ്ങനെയല്ലേ. എന്നാൽ ദൈവം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പിതാവ് ഏക സത്യം. നമുക്ക് നമ്മുടെ സ്വന്തം ചായ നമുക്കുള്ളതെല്ലാം അവർക്ക് കൊടുക്കാം. ദൈവം സൃഷ്ടിച്ചത് മുഴുവനും നമുക്ക് നൽകാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരും ഓരോ മനുഷ്യനെയും ദൈവം സ്നേഹിച്ചു. അതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ഒന്നും മുൻവിധിയില്ലാതെ നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. എത്ര നമ്മൾ സ്വാർത്ഥരാണ്, നമ്മൾ പകരം വീട്ടുന്നവരാണ്, പ്രതികാരം ചെയ്യുന്നവരാണ്. ദൈവം നമ്മൾ പാപം ചെയ്ത് ദൈവത്തെ അവിടുത്തെ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുമെന്ന് അറിഞ്ഞിട്ടും ഇന്നത്തെ സുവിശേഷം അതാണ് അല്ലേ. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച ഒരാളുടെ സംഭവമാണ്. മർക്കോസ് 12-ാമത്തെ അധ്യായമാണ്, ഒന്നുകൂട്ടുള്ള വചനങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിൽ ഒരാളൊന്നും മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അയാൾ പോയിട്ട് സമയമായപ്പോൾ ഫലം വീതം കിട്ടാൻ, ഷെയർ കിട്ടാൻ, അയാളുടെ അത് കിട്ടാൻ വേണ്ടി ആളെ അയച്ചപ്പോൾ അവരെ പിടിച്ചിട്ട് പറഞ്ഞു, അതേ ദൈവം വരുന്നു, അവനെ അടിച്ച് കൊന്നിട്ട് അവൻ്റെ ഓഹരി കൊടുക്കാതെ അവന് അങ്ങനെ പലരെയും അയച്ചിട്ട് അവസാനം സ്വന്തം പുത്രനെ യേശുക്രിസ്തു പ്രവാചകന്മാരെ ദൈവം എത്ര പ്രവാചകന്മാരെ അയച്ചു മനുഷ്യർ നമ്മൾ നന്നായി വരാൻ ദൈവത്തിൻ്റെതായ ദൈവമക്കളാണെന്ന് പറയാൻ. പക്ഷേ എല്ലാ പ്രവാചകന്മാരെയും അവർ യഹൂദനെ കൊന്നുകളഞ്ഞു. അവസാനം സ്വന്തം പുത്രനെ തന്നെ അല്ലെ ദൈവം തന്നെ ഇറങ്ങി വരുവാണ് മനുഷ്യനായി നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മളെ സ്വന്തമാക്കാൻ. അപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ അന്നേരം പറയുകയാണ്, ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അവകാശം നമ്മുടേതാകും. ഇത് പൈശാചിക സാത്താൻ്റെ മനോഭാവമാണ്. അത് മനുഷ്യനിൽ കയറിയിട്ട് ജഡമോഹങ്ങളും ധനവും ലോക ജഡികതയും പാപങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇത് ലോകത്തിൽ ഇന്ന് അങ്ങനെയാണല്ലേ. കാരണം ദൈവത്തെ വിശ്വസിക്കുകയാണ്, 10 കൽപ്പനകൾ പാലിക്കണം. 10 കൽപ്പനകൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം ജീവിക്കാൻ പറ്റില്ല. അതാണ് എളുപ്പം. അങ്ങനെയാണ് പിന്നെ ദൈവമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്ന് അനേകരും അങ്ങനെയാണ്. ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഡികതയിൽ അവരുടെ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കി നിത്യനാശത്തിലേക്ക് പോകുന്ന വഴിയിലാണ് അനേകർ. ഇത് സത്യമായ കാര്യം, ചുമ്മാ ഒന്നുമല്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഓർപ്പിക്കാറുണ്ട്, നമ്മൾ ഈ ശാസ്ത്രം തെളിയിക്കുന്നതാണ് സത്യമെന്ന് അനേകർ ഇന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ശാസ്ത്രം എവിടുന്നാണ് ഉണ്ടായതെന്നുള്ള കാര്യം അറിയുമ്പോഴാണ്. പിന്നെ പണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാവാണോ മാങ്ങാണ്ടിയാണോ മൂത്തതെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഈ ശാസ്ത്രം ഉണ്ടായത് എവിടുന്നാണ്? ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. സൃഷ്ടികർമ്മത്തിൽ ദൈവം എല്ലാം ക്രമമായി ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം കൃത്യമായി അല്ലെ വചനം പറയുന്നുണ്ട്. ഈ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പല ഡിഫൈൻ ചെയ്യാം പല രീതിയിൽ അല്ലേ. നമുക്കതിനെ എന്തെല്ലാം രീതിയിൽ ശാസ്ത്രത്തെ അതെല്ലാം ദൈവവചനത്താൽ ക്രമീകരിക്കപ്പെടുന്നത്. സൂര്യനും അതിന് ചുറ്റും ഗ്രഹങ്ങളൊക്കെ കറങ്ങുന്ന ആകർഷണമല്ല, അത് ദൈവത്തിൻ്റെ വചനത്താലാണ്. മറ്റു പല രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാം ശാസ്ത്രീയമായിട്ട്. ദൈവവചനം എബ്രായർ 1:3 ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ എല്ലാത്തിനെയും താങ്ങി നിർത്തിയിരിക്കുന്നു. പ്രഭാഷകൻ 43:26 ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് എല്ലാം അതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, ഈ ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും ഒക്കെ ദൈവം ഉണ്ടാക്കിയതാണ്. യേശുവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ഈശോ പറഞ്ഞില്ലേ, അവസാനം വരെ നിൽക്കുന്നത് എന്താ? ഈ ലോകവും ഇതിലുള്ള സമസ്തവും കടന്നു പോകും, ഇതെല്ലാം കത്തിച്ചാമ്പലാവും ഒരു നിമിഷം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറ്റമില്ലാത്ത ആകാശവും ഭൂമിയും കടന്നു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിയോ പുള്ളിയോ മാറ്റമുണ്ടാകില്ല എന്ന് നിത്യം നിലനിൽക്കുന്നതാണ്. അപ്പം നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ശാസ്ത്രത്തിലല്ല, വചനത്താലാണ്. നമ്മളത് അറിയണം, ഇനിയെങ്കിലും വിശ്വസിക്കണം. ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ മാറിപ്പോകും, ഇതെല്ലാം മാറിപ്പോകുമ്പോൾ അപ്പം നമുക്ക് ലേറ്റ് ആവും. ടു ലേറ്റ് ടു സേ ദാറ്റ്. കാരണം എന്താ പറഞ്ഞാൽ ഐശ്വര്യം അവിടെ വിലാപവും കരച്ചിലും പല്ലുകളും. എന്തുകൊണ്ട് ഞങ്ങൾ ഈ സാത്താൻ പറഞ്ഞ് കേട്ടുകൊണ്ട് ഇതിൻ്റെ പുറകെ ഈ ശാസ്ത്രത്തിൻ്റെ പുറകെ ഫിലോസഫി അതിൻ്റെയൊക്കെ പുറകെ നടന്ന് എന്താണ് നമ്മുടെ യുക്തിവാദമൊക്കെ അതിൻ്റെ പുറകെ നടന്നുകൊണ്ട്
അപ്പോൾ ഇന്ന് പത്രോസ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നതാണ്, അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വന്നുകൊണ്ട് നമ്മൾ പൂർണ്ണതയിലേക്ക് വരാൻ. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല, ഒരു ഫോർമേഷനാണ്. എന്താ പറഞ്ഞത്? ഇന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ചിന്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യർ 5:22 അതിൽ ഒന്നാമത്തെ ചോദിച്ചാൽ നമുക്കറിയാം സ്നേഹമാണ്, അല്ലേ? അപ്പോൾ ഈ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെ നിലനിർത്താനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറയാണ്, നമ്മുടെ ഈ പാപം എങ്ങനെ ഉണ്ടായി? ദുരാശ മൂലം സാത്താൻ അഹുവായുടെ ഉള്ളിൽ ഒരു ദുരാശ ഇട്ട് കൊടുത്തു. നീ ദൈവത്തെ പോലെ ആകും, ദൈവം അതെ തിന്നതെന്ന് പറഞ്ഞത്, നീ ദൈവത്തെ പോലെ ആകും. ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളിത് ചെയ്താൽ ഇത് ദൈവം നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തിയിട്ടിരിക്കുക, അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് ദൈവം അങ്ങനെ പറഞ്ഞു, അതൊന്നും ശരിയൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ ദുരാശ എന്ന് പറയും. അത് യാക്കോബ് ശ്ലീഹ പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, പരീക്ഷകളിൽ യാക്കോബ് 1:13 പറയുന്നത്, താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നതെന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം, ഇതാണ് ചിന്തിക്കണം, സ്വന്തം ദുരാശ അല്ലെങ്കിൽ ദുർമോഹം, അല്ലെ? ജഡത്തിൻ്റെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അത് ദൈവവചനപ്രകാരം കൊണ്ടുപോയില്ലെങ്കിൽ അത് ദുർമോഹം അല്ലെ ദുരാശയായിട്ട് മാറും. ദുർമോഹത്താൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ദുർമോഹം ഗർഭം ധരിച്ച്. ദുർമോഹം ഉള്ളിക്കൊണ്ട് നടന്നാൽ അത് വളരും, ഗർഭധാരണം പോലെയാണ്. ഗർഭം ധരിച്ചാൽ പിന്നെ പ്രസവിക്കണമല്ലോ. അപ്പോൾ ദുർമോഹം ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായും ഗർഭം ധരിച്ചാൽ പ്രസവിക്കും എന്ന് പറഞ്ഞതുപോലെ ദുർമോഹം ഉള്ളിലുണ്ടെങ്കിൽ പാപം ചെയ്തിരിക്കും. ദുർമോഹത്തെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ അത് പാപത്തിലേക്ക് നിങ്ങളെ നയിക്കും. കണ്ണുകളിലൂടെ കടന്നു വന്നത് ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, ഇതെല്ലാം ഉള്ളിൽ കൊണ്ടു നടന്നാൽ അത് ഗർഭധാരണമായ പ്രസവിക്കുന്ന പറഞ്ഞ പോലെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ നിത്യമരണം, ശരീരത്തിൽ ആത്മാവിൻ്റെ മരണം, പാപത്തിൻ്റെ ഫലമാണ് നിത്യമായ നാശത്തിലേക്ക്. അതുകൊണ്ട് നമ്മളിതേക്കുറിച്ച് അറിയണം. അപ്പോൾ പത്രോസ് പറഞ്ഞതെന്നറിയാം, ദുരാശ മൂലം 2 പത്രോസ് 1:4 ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന്, സകല ദുരന്തങ്ങൾ ലോകത്തിലുള്ളത് ഏതെങ്കിലുമൊക്കെ ദുരാശയിൽ നിന്നാണ്, ഏതെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ, നമ്മുടെ തന്നെ ദുരാശയിൽ നിന്നാണ്, സ്നേഹമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ്, സ്വാർത്ഥത മൂലമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറയാം. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുക. ദൈവിക സ്വഭാവം, നിത്യത. കാരണം ദൈവത്തിൻ്റെ, അത് ഞാൻ പത്രോസ്ലീഹയുടെ ഓരോ വാക്കിലും ബൈബിൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാ. എന്താ? ദൈവം നമ്മുടെ ഉൽപ്പത്തി 1:26 നമുക്ക് നമ്മുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിനുള്ളതെല്ലാം നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന ഒരു രീതിയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. സാത്താൻ നമ്മുടെ ഉള്ളിൽ ദുരാശ കൊണ്ടിട്ട് ഏദൻ തോട്ടം അവർക്ക് നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ, സാത്താൻ കൈക്കലാക്കിയതുപോലെ ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകി. ദൈവവചനമാണ്. ഇക്കാരണത്താൽ എന്താ ചെയ്യേണ്ടതെന്ന്, ഇപ്പം നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കുകയാണ്. 2 പത്രോസ് 1:5 തൊട്ടുള്ള എന്താ? നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലേ? യേശുക്രിസ്തു കുരിശിൽ നമുക്കായി മരിച്ചു എന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതായത് നമ്മളെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമുള്ള സ്നേഹത്തിലാണ് എല്ലാം, അല്ലേ? 10 കൽപ്പനയിൽ ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. ആ സ്നേഹം നിലനിർത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പത്രോസ്ലീഹ പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തെ പ്രവൃത്തി കൊണ്ടും. യാക്കോബ് 2:14 എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവനെന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക. ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം കേട്ടോ. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയതാണ്, ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ, ഒരു കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. നമ്മൾ പിന്നെ മറന്നുപോലും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ, ഇല്ല മനഃപൂർവ്വമല്ല.
ആഗ്രഹമുണ്ട്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതങ്ങളാണ്. പക്ഷേ ചിലപ്പോൾ നമ്മളതൊക്കെ മറന്നു പോകും. ഞാൻ പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞാൽ പോലും അവിടെ ഇന്ന് നമ്മൾ ഓർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ശരീരത്തിന് ആവശ്യം സമാധാനത്തിൽ പോവുക, കുഴപ്പമില്ല കേട്ടോ, പൊക്കെ ഒരു കുഴപ്പമില്ല. സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക, ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചേക്കാം എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഞാൻ പലപ്പോഴും ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ ജോബിന്റെ കഷ്ടതയുടെ കാലത്ത് ജോബ് അനുഭവിക്കുന്ന ഒരു മേഖലയുണ്ട്. ജോബ് 31 നമ്മൾ വായിച്ച് ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കുന്ന നല്ലതാണ്. ഇന്ന് ജോബ് 31:13 പറയുന്നുണ്ട്, എന്താ മറ്റുള്ളവർ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അതേക്കുറിച്ച് പറയുന്ന ജോബ് പറയാനുള്ള ഒരു സംഭവം, പരാതിയുമായി എന്നെ സമീപിച്ച ദാസന്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. 4 കാശ് വീണ് കിട്ടുന്നതാണെങ്കിൽ, അല്ലെ എന്തെങ്കിലും അവൻ്റെ കയ്യിലുള്ള കൈവശമാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവനെ സഹായിക്കാം. അങ്ങനെ മനോഭാവം ഉണ്ടല്ലേ. നമുക്ക് എന്തെങ്കിലും വീണ് കിട്ടുവാണെങ്കിൽ, എന്തെങ്കിലും പ്രയോജനം ഉണ്ടാണെങ്കിൽ അവരെ സഹായിക്കും. ഇന്ന് ലോകം അങ്ങനെയാണല്ലോ, രാഷ്ട്രീയം അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ ആയി പോകരുത്. മറ്റുള്ളവരെ സഹായിക്കുന്നത് അവൻ്റെ എന്തെങ്കിലും കൈവശമാക്കാൻ വേണ്ടി ആകരുത് എന്ന്. വീണ്ടും ജോബ് 31:16 പാവപ്പെട്ടവരെ ആഗ്രഹിച്ച് എന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം തരണമെന്ന് പറയുമ്പോൾ ഞാനീ പറയുന്നത് നമുക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊക്കെ മേഖലകളിലൊക്കെ പാവങ്ങൾ ആഗ്രഹിച്ചത് എന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ, വിധവയുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് അതിൻ്റെ ഓഹരി ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, 19 വചനം ജോബ് 31, വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അനുഗ്രഹം നോക്കണം, അവൻ്റെ അനുഗ്രഹം അല്ലേ, നോർത്ത് നോക്കണം. നമ്മൾ അവർക്ക് ആർക്കും നന്മ ചെയ്യുമ്പോൾ വേറൊന്നുമല്ല, അവൻ്റെ അനുഗ്രഹം അത് ദൈവമാണ് അനുഗ്രഹിക്കുന്നത്. നീ അവന് ചെയ്തപ്പോഴൊക്കെ അത് എനിക്കാണ് ചെയ്തത്. ദൈവാനുഗ്രഹം അവിടെ നിന്നാണ് പറയുന്നത്. അവൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ആടുകളുടെ, അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, ആടുകളുടെ രോമം കൊണ്ട് കമ്പിളി ഉണ്ടാക്കി അവന് കൊടുത്തില്ലെങ്കിൽ, ഇന്ന് നമുക്ക് എന്തെല്ലാം രീതിയിലാണ് ഓരോരുത്തരെ പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്നത്. എൻ്റെ ആടുകളുടെ രോമം അവന് ചൂട് പകർന്നില്ലെങ്കിൽ, വീണ്ടും വാതുക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട്, ഇന്നങ്ങനെയാണല്ലേ ആരെയും ഞങ്ങൾ ഗുണ്ടായിസൊക്കെയാണ്. നമ്മൾ വലിയ ആൾക്കൂടെ ഉണ്ടെന്നോർത്ത് നമുക്ക് എന്തൊരു അഹങ്കാരമല്ലേ. നമ്മളെ അവനെ അടിച്ച് ഞാൻ ശരിയാക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. രാഷ്ട്രീയം നമ്മളിന്ന് കാണുന്നതല്ലേ, എന്താ ഗുണ്ടായിസ് നടക്കുന്നൊരു മേഖലയാണ് ഈ കാലഘട്ടങ്ങളിൽ. വാതുക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ സഹായിക്കാൻ ആരുമില്ലാത്ത ദൈവം അവരെ സഹായിക്കാനായിട്ട് എന്നെ നിയോഗിച്ചതാണ്. പക്ഷെ ഞാൻ അവരെ ചൂഷണം ചെയ്ത് ഗുണ്ടായുസം കൊണ്ട് അവരെ വാതുക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെല്ലാം കാര്യങ്ങൾ നന്മ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന യാക്കോബിൽ അതേക്കുറിച്ച് പറയുന്നത് സിൻ ഓഫ് ഒമിഷൻ എന്നാണ്. അതായത് നമ്മൾ പലപ്പോഴും ചെയ്ത പാപങ്ങളൊക്കെ ഈ സിൻ ഓഫ് ഒമിഷൻ, അതായത് നന്മ ചെയ്യേണ്ടതാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നത് പാപം എന്ന് പറയുന്നൊരു മേഖലയുണ്ടല്ലോ. ആ ഒരു മേഖല നമ്മൾ ഇന്ന് പത്രോസിനെ നമ്മളെ പറയും, നമ്മൾ ഓരോ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ദൈവിക ഫലങ്ങളെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് ഓർപ്പിക്കുകയാണ്. അതിൻ്റെ ബാക്കിയായിട്ട് 2 പത്രോസ് 1 പറയുന്ന ഇങ്ങനെയാണ്, ഞാൻ അതിലേക്ക് വിശ്വാസത്തെ സുഹൃതം കൊണ്ട്, അതായത് വിശ്വാസത്തെ പ്രവൃത്തി കൊണ്ടും, രണ്ടാമത്തേവരാണ് സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ജ്ഞാനം ചുമ്മാ നമുക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയില്ല, ദൈവവചനം അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം പ്രവൃത്തി. ചുമ്മാ നമ്മുടെ സ്വാർത്ഥത അത് പ്രവർത്തിക്കുക. അപ്പോൾ സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, അതായത് നമ്മുടെ പ്രവൃത്തികൾ ദൈവവചനത്തിന് അടിസ്ഥാനമായിരിക്കണം. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, അതായത് ഈ ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ്. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് സെൽഫ് കൺട്രോൾ വേണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. അപ്പോൾ സെൽഫ് കൺട്രോൾ നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്ക് ജ്ഞാനം കിട്ടുക. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ളിലുള്ളവർക്കാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, ആത്മസംയമനം, ഇതുള്ളവർക്കാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ തരുള്ളൂ. കാരണം ഫലങ്ങളില്ലെങ്കിൽ ദാനങ്ങൾ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ജ്ഞാനത്തെ
ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദാനത്തിലൊന്നാണ്. ഒന്നാമത്തെ ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. ഒന്നാമത്തെയാണ് ജ്ഞാനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഏറ്റവും ഒടുവിലത്തേതാണ് ആത്മസംയമനം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ പൂർണ്ണതയിലേക്ക് വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് തരിക. അപ്പോൾ നമ്മുടെ ഫലങ്ങളും നമ്മുടെ എല്ലാ പ്രവൃത്തികളും വളരെ ശരി. നമ്മൾ ഒരു ദിവസം ഇത് വലിയൊരു യൂണിവേഴ്സിറ്റി പഠിക്കുന്നതല്ല പറയുള്ളത്. ഞാൻ പറഞ്ഞ പത്രോസ്ലിയുടെ ആ സെൽഫ് കൺട്രോൾ കൊണ്ടും ഇനി ആത്മനിയന്ത്രണത്തെ ക്ഷമ കൊണ്ടും നോക്കിയേ. ആ സ്നേഹം, ആനന്ദം, ക്ഷമ. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ. അപ്പോൾ ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ടാവുള്ളൂ. നോർന്ന് നോക്കിയേ, ക്ഷമയില്ലാത്തവർക്ക് അവിടെ സെൽഫ് കൺട്രോൾ, ഫോർഗിവിങ് ലവ് ഇല്ലെങ്കിൽ നമുക്ക് ആത്മനിയന്ത്രണം ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം പറയാം. അപ്പം ക്ഷമയും സെൽഫ് കൺട്രോളിനെ ക്ഷമ കൊണ്ടും, ഇനി ക്ഷമയെ ഭക്തി കൊണ്ടും, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവം നമ്മോട് ക്ഷമിച്ച ആ ഒരു അറിവിലേക്ക് വരുമ്പോഴാണ് മറ്റുള്ളവരോട് ദൈവഭക്തി കൊണ്ടാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടാണ്, നമ്മൾ ചിന്തിച്ച് യേശുവിനെയും പിതാവിനെയും കുറിച്ചുള്ള അറിവ് കൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളുണ്ടാവുക. ആ സ്നേഹയെ ഭക്തി കൊണ്ടും, ഭക്തിയെ ഇനിയും അടുത്തതിലേക്ക് വരുവാണ് ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും. സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നത് മ്യൂച്വൽ അഫെക്ഷൻ ആണ്. അതായത് നമ്മൾ ഈ ഏറ്റവും ഒടുവിലേക്ക് വന്ന സ്നേഹമാണ്. സ്നേഹത്തെ നിലനിർത്താനായിട്ട് പുറകോട്ട് വരുവാണെങ്കിൽ ഏറ്റവും ഒടുവിൽ പറയാണ് സ്നേഹം, ദൈവസ്നേഹം, അഗാപ്പെ സ്നേഹം. അത് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കണം. സഹോദര സ്നേഹം ഇല്ലെങ്കിൽ ദൈവസ്നേഹവും കാണത്തില്ല. അപ്പം സഹോദര സ്നേഹം, മ്യൂച്വൽ അഫെക്ഷൻ. പിന്നെ പറയാണ് സഹോദര സ്നേഹത്തെ ഉപവി എന്ന വാക്ക് മലയാളത്തിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ ലവ് എന്നാണ്. സെൽഫ് അഗാപ്പെ ലവ്, സെൽഫ്ലെസ് ലവ്. ദൈവസ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ഒരു സ്വാർത്ഥതയില്ലാതെ, ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പം, എന്നാലും ഞാൻ സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹം പ്രിയമുള്ളവരെ, ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് ലീന ഓർപ്പിച്ച് ഇന്ന് പ്രതിവചന സങ്കീർത്തനം 91 ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവർക്ക് എന്താ ഒറ്റ വാക്ക് പറഞ്ഞത് അവസാനത്തിലേക്ക് 14 പറയണം. അത്യുന്നതൻ്റെ മറവിൽ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തൻ തളഞ്ഞു കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവത്തിലുള്ള ആശ്രയമാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്നൊരു ദൈവം എന്ന് പറയും. ഇനി 14 സംഗീതം 14 പറഞ്ഞതെന്നറിയാം. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. സംരക്ഷണമൊക്കെ ഉണ്ട്, പക്ഷേ ദൈവസ്നേഹത്തിൽ, പരസ്നേഹത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവ സംരക്ഷണമുള്ളത്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാകാൻ രക്ഷ അവന് കാണിച്ചുകൂടും. അപ്പോൾ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കണം. അങ്ങനെ പലപ്പോഴും പറയല്ലേ ഭാഷാവരം എന്നൊക്കെ നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. എന്തായി പലപ്പോഴും ഞാൻ പറഞ്ഞത്, അതായത് വീണ്ടും പോകല്ല പറഞ്ഞത്. ഭാഷാവരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ചിന്തിച്ചിട്ട് നമ്മൾ ഓർക്കണം. അത് അതിനുവേണ്ടി ദാഹിക്കാൻ പൗലോസ്ലിയ പറയുന്നുണ്ട്. 1 കൊറിന്തോസ് 12, 13, 14 അധ്യായങ്ങളൊക്കെ വായിക്കുകയാണ്. അതേക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ പന്തക്കോസ്താ നാളിൽ ഉണ്ടായത് ഭാഷാവരമല്ല. പത്രോസ്ലിയ പ്രസംഗിച്ചപ്പോൾ എല്ലാവർക്കും അവരവരുടെ ഭാഷകളിൽ മനസ്സിലായി എന്ന് പറയുന്നത് അത് ഭാഷാവരമല്ല, അത് ഭാഷണവരം എന്നാണ് പറയുന്നത്. ഭാഷണവരം അതൊരു അത്ഭുതമായിരുന്നു. ഭാഷ ഭിന്നിച്ചു പോയവരെ ഒന്നിപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളമായിരുന്നു അത് ഭാഷണവരം. അതും ഭാഷാവരമായിട്ട് ഭാഷാവരം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ദൈവവചനം, അതായത് ബൈബിളിൽ നോക്കി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ സംസാരിക്കുന്നുണ്ടല്ലോ, ഇത് വചന പ്രഘോഷണമാണ്. ഞാൻ ഈ ഭാഷാവരം എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എൻ്റെ ബുദ്ധിയും ചിന്തയൊക്കെ മാറ്റിവെച്ച് കഴിയുമ്പോൾ ദൈവസ്നേഹത്തിൽ നിന്ന് എൻ്റെ ആത്മാവതം കൂടെ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ആത്മാവിൻ്റെ ഭാഷയാണ് ഭാഷാവരം, എൻ്റെ ആത്മാവിൻ്റെ ഭാഷ. കാരണം ഈ ലോകത്തിൽ എത്രയോ ഭാഷകളുണ്ട്. ഓർത്ത് നോക്കിയാൽ നമുക്ക് എണ്ണാൻ പറ്റൂ. ലോകത്തിൽ എത്രയോ ഭാഷകളുണ്ട്. അപ്പം ഭാഷാവരത്തിലുള്ള ഭാഷകൾ അതിൽ ഏതെങ്കിലും ഒരു ഭാഷയിലായിരിക്കും വരുന്നത്. കാരണം എന്താ, ലോകത്തിലുള്ള സകല മനുഷ്യരും സകല ഭാഷയിലുള്ളവരും ദൈവമക്കളാണ്. അവരെൻ്റെ സഹോദരങ്ങളാണ്, സഹോദരികളാണ്. അപ്പം എൻ്റെ ആത്മാവിന് എല്ലാ ഭാഷയും അറിയാം. നമുക്ക് മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ അറിയുള്ളായിരിക്കാം, അല്ലേ? നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മുടെ ആത്മാവ് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഭാഷ ആർക്കും പിടികിട്ടില്ല എന്ന് പറയുന്നത്
ഈ ലോകത്തിലുള്ള എല്ലാ ഭാഷകളുടെയും കൂടി അതിൽ നിന്ന് എടുത്താണ് എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കുഞ്ഞാ, എൻ്റെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നത് ഭാഷാവരത്തിലാണ് എന്ന് പറയും. അത് അറിയണം. അതുകൊണ്ടാണ് ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പറഞ്ഞത്. അത് കിട്ടാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദുഃഖങ്ങളും ആന്തരിക മുറിവുകളും കുറ്റബോധവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് ഒരിക്കലും റിജോയ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ആത്മാവിൻ്റെ ആനന്ദം എന്നൊക്കെ ദൈവരാജ്യം എന്നാണ് അത്. അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പെന്തക്കോസ്തായിലൂടെ കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊന്നാണ് ഭാഷാവരം. ഏറ്റവും ഉന്നതമായ, അത് ദൈവിക വേല ചെയ്യാനായിട്ട് നമുക്ക് വരങ്ങൾ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചതില്ല, അതിലേക്ക് പോകുന്നില്ല. നമുക്ക് സമർപ്പിക്കാൻ പറയുള്ളവർ, ഇന്ന് ഈശോ നമ്മൾ പറഞ്ഞ ഫലം ചോദിക്കാനായിട്ട് ഇന്ന് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് സുവിശേഷത്തിൽ മർക്കോസ് 12 ഫലം ചോദിക്കാൻ വരുമ്പോൾ എന്താ ഫലം? ഈശോ തൊട്ട മുന്തിരിച്ചെടി, നമ്മളൊക്കെ മുന്തിരിച്ചെടികളാണ്. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, ആത്മസംയമനം. അത് ചോദിക്കാൻ വന്നപ്പോൾ നമ്മളവനെ കൊന്നുകളഞ്ഞു. യേശുവിനെ ഇന്ന് നമ്മൾ അനേകരെ കൊല്ലുക. നമ്മൾ പരിശുദ്ധാത്മാവിന് സ്നേഹം പുറപ്പെടുവിക്കാൻ പറ്റാത്തതുകൊണ്ട് മനുഷ്യനെയൊക്കെ ചുമ്മാ ഓടിച്ചിട്ട് കൊല്ലുവല്ലേ. എന്നോർത്ത് നോക്കി, സാത്താൻ ഉള്ളിൽ കയറിയിട്ട് എവിടെ നോക്കിയാലും കൊലപാതകമാണ്. നാട്ടിലൊക്കെ വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഏത് ചാനലും മാറി മാറി നോക്കിയാലും കൊലപാതകത്തെക്കുറിച്ചല്ല വേറെ ഒരു വാർത്തയില്ല. എന്തുകൊണ്ടായത്? ഈ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. സാത്താന ഭരിക്കുന്നത് പലയിടത്തും. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ സ്നേഹം, പരിശുദ്ധ പരമ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.